Next we have an important topic, Dirac delta function. First we have two problems. Find the inverse transform of the following functions. Two questions. First question, e raised to minus 3s divided by s minus 1 all raised to 4. നമുക്ക് തന്നിട്ടുള്ളത് e raised to minus 3s divided by s minus 1 all raised to 4 ആണ്. അപ്പോൾ നമ്മളിവിടെ രണ്ട് ഷിഫ്റ്റിംഗ് തിയറം, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറും സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറും പഠിച്ചിട്ടുണ്ട്. അത് രണ്ടും അപ്ലൈ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ബൈ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം നമുക്കറിയാം. ഇപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എഫ് ഓഫ് ടി ആണെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ എന്ന് പറയുന്നത് ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം നമ്മളോട് പറയുന്നു. സോ ഇതനുസരിച്ച് നമ്മൾ എൽ ഇൻവേഴ്സ് ഓഫ് ഇവിടെ ഒരു ഇ റേസ് ടു എ ടി ഫോമിൽ ഒരു ഇ റേസ് ടു മൈനസ് 3s ഉണ്ട്. അപ്പോൾ 1 ബൈ എസ് മൈനസ് 1 ഓൾ റേസ് ടു 4 കാണാം. ഇതൊരു 1 ബൈ എസ് റേസ് ടു 4 എന്നുള്ള ഫോമിലാണ്. ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യുന്നത്, ഈ സ്റ്റെപ്പിലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ റിസൾട്ട് അനുസരിച്ച് ഇ റേസ് ടു എയുടെ സ്ഥാനത്ത് 1 ആണ്. ഇ റേസ് ടു ടി എ ടി എന്ന് പറയുമ്പോൾ ഇ റേസ് ടു 1t ഇൻറ്റു എൽ ഇൻവേഴ്സ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ആണ്. അതായത് 1 ബൈ എസ് റേസ് ടു 4 എന്ന് എഴുതാം. 1 ബൈ എസ് റേസ് ടു 4ൻ്റെ ഇൻവേഴ്സ് നമുക്കറിയാം, ഇ റേസ് ടു ടി ഇൻറ്റു ഇറ്റ് ഈസ് ടി ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ. സോ ടി ക്യൂബ് ഇ റേസ് ടു ടി ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ. ഇതിനെ നമ്മൾ എഫ് ഓഫ് ടി ആയിട്ട് എടുത്തു. ഇനി നമ്മൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിൻ്റെ ഇൻവേഴ്സ് ഫോം ഉണ്ട്. സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിൻ്റെ ഇൻവേഴ്സ് ഫോം പറയുന്നത്, സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം പറയുന്നത് ഇതാണ്. അതായത് എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ആണെങ്കിൽ ഇതാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം പറയുന്നത്. അപ്പോൾ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും ഇൻവേഴ്സ് അപ്ലൈ ചെയ്താൽ എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എ എസ് എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യു ഓഫ് ടി മൈനസ് എ ആയിരിക്കും. അപ്പോൾ അതിലെ ആ ഫോമാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് 3s ഡിവൈഡ് ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4. ഇതാണ് കാണേണ്ടത്. സോ ദിസ് ഈക്വൽ ടു സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അനുസരിച്ച് അതേ ഫോമിലാണ്. ഇ റേസ് ടു മൈനസ് എ എസ് എയുടെ സ്ഥാനത്ത് ഇവിടെ 3 ആണ്. അതുപോലെ എഫ് ഓഫ് എസിൻ്റെ സ്ഥാനത്ത് എന്താണ് 1 ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4 ആണ്. അപ്പോൾ ഈ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അനുസരിച്ച് ദിസ് ഈസ് എഫ് ഓഫ് ടി മൈനസ് എയുടെ സ്ഥാനത്ത് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3 എന്ന് കിട്ടും. അപ്പോൾ എഫ് ഓഫ് ടി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ടി ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു ടി ബൈ 3 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ എഫ് ഓഫ് ടി മൈനസ് 3 എന്ന് പറയുമ്പോൾ ടിയുടെ സ്ഥാനത്തൊക്കെ ടി മൈനസ് 3 കൊടുത്താൽ ടി മൈനസ് 3 ഹോൾ ക്യൂബ് ഇ റേസ് ടു ടി മൈനസ് 3 ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ. ഇതിവിടെ എഴുതാം, ടി മൈനസ് 3 ഹോൾ ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു ടി മൈനസ് 3 ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3. ഇനി യു ഓഫ് ടി മൈനസ് 3 നമുക്കറിയാം, യു ഓഫ് ടി മൈനസ് 3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0. സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡെഫിനിഷനാണ്. ഇഫ് ടി ലെസ് ദാൻ 3 ആൻഡ് 1 ഇഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 3. സോ നമുക്ക് വേണ്ടത് ടി മൈനസ് 3 ഹോൾ ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു ടി മൈനസ് 3 ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3 ആണ്. അപ്പോൾ യു ഓഫ് ടി മൈനസ് 3 നമുക്കറിയാം. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് 3s ഡിവൈഡ് ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4 ഈക്വൽ ടു ഫസ്റ്റ് ഇതിനെ
ആദ്യം 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ആദ്യത്തേത്. അപ്പോൾ 0 തന്നെ കിട്ടും ഇഫ് t ലെസ് ദാൻ 3. രണ്ടാമത് 1 കൊണ്ടാണ്, അപ്പോൾ അതേ ഫങ്ഷൻ വരും. t മൈനസ് 3 ഹോൾ ക്യൂബ് e റൈസ് ടു t മൈനസ് 3 ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇഫ് t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് കിട്ടും. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് e റൈസ് ടു മൈനസ് പൈ എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2. ഇതും ഒരു ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു ഒരു എഫ് ഓഫ് എസ് ഫോമിലാണ്. അപ്പോൾ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 1/s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ആണ്. ഇതിനൊന്ന് മാറ്റി എഴുതിയാൽ ഇതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവേഴ്സ് ഒന്നും നമുക്ക് ഫോമുല ഡയറക്റ്റ് ഇല്ല. അപ്പോൾ അതിനൊന്ന് മാറ്റി എഴുതാൻ നമുക്ക് അത് എഴുതാൻ പറ്റും. എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 പ്ലസ് 1 എഴുതാം. അതായത് 2നെ 1 പ്ലസ് 1 എഴുതി. അതിന് നമുക്ക് 1/s പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്നെഴുതാം. അപ്പോൾ 1/s പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 എഴുതാം. അപ്പോൾ ഇത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അനുസരിച്ച് ദിസ് ഈസ് ഇ റൈസ് ടു മൈനസ് ടി. എയുടെ സ്ഥാനത്ത് എസ് മൈനസ് മൈനസ് 1നെയാണ് നമ്മൾ എസ് പ്ലസ് 1 എന്ന് പറയുക. അപ്പോൾ എയുടെ സ്ഥാനത്ത് -1 ആണ്. ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ പ്ലസ് 1. 1/s സ്ക്വയർ പ്ലസ് 1ൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ഇൻവേഴ്സ് സൈൻ ടി ആണ്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് ടി സൈൻ ടി ഇതിനെ നമ്മൾ എഫ് ഓഫ് ടി ആയിട്ട് എടുക്കുന്നു. ഇനി ബൈ ദി ഇൻവേഴ്സ് ഓഫ് ദി സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം വി ഗെറ്റ് എൽ ഇൻവേഴ്സ് ഓഫ് e raised to minus pi s divided by s square plus 2s plus 2 equal to this is f of t minus pi ഏടെ സ്ഥാനത്ത് പൈ ആണ് t minus pi into u of t minus pi. ഇപ്പോൾ f of t അറിയാം e raised to minus t sin t minus pi ആണ് sin t ആണ്. അപ്പോൾ e raised to minus t minus pi sin of t minus pi into u of t minus pi. ഇനി u എഴുതാം, then multiply. ദറ്റ് ഈസ് ഇവിടെ വേണമെങ്കിൽ മൈനസ് ഓഫ് ടി മൈനസ് പൈ ആണ്, അതിനെ പൈ മൈനസ് ടി എന്ന് എഴുതാം. ഇ റൈസ് ടു പൈ മൈനസ് ടി. ഇവിടെ സൈൻ ടി മൈനസ് പൈ ആണ്, അതെന്തായിരിക്കും സൈൻ തീറ്റ മൈനസ് പൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സൈൻ തീറ്റ. സോ സൈൻ ടി എന്ന് വരും u of t minus pi. That is e raised to pi minus t sin t. u of t minus pi എന്ന് പറയുമ്പോൾ അത് 0 ആണ് if t less than pi and 1 if t greater than or equal to pi. രണ്ട് കേസിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യത്തെ കേസിൽ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെ വരും. 0 if t less than pi. അതുപോലെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഫംഗ്ഷൻ തന്നെ വരും. e raised to minus e raised to t minus pi അല്ല, അതിനെ നമ്മൾ പൈ മൈനസ് ടി എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ പൈ മൈനസ് ടി സൈൻ ടി ഇഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പൈ. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറും അതുപോലെ തന്നെ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിൻ്റെ ഇൻവേഴ്സ് ഫോം അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് അത് രണ്ടും അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷനാണ് ഡിറാക്ക് ഡെൽറ്റ ഫങ്ഷൻ. ഡിറാക്ക് ഡെൽറ്റ ഫങ്ഷൻ. ഡിറാക്ക് ഡെൽറ്റ ഫങ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതായത് ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ഫോഴ്സ്, നമ്മളൊരു ലാർജ് ഫോഴ്സ് അപ്ലൈ ചെയ്യാണ് ഇൻ എ ഷോർട്ട് ടൈം. ഒരു ഷോർട്ട് ടൈമിൽ നമ്മളൊരു ലാർജ് ഫോഴ്സ് പെട്ടെന്ന് നമ്മളൊരു ലാർജ് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ, അതായത് ഇപ്പോൾ ഒരു ടെന്നീസ് ബോൾ ഹിറ്റ് ചെയ്യുന്നത്, അതുപോലെ ഒരു നമ്മൾ ഹാമർ കൊണ്ട് അടിക്കുന്നത്, ഒരു എയ്റോപ്ലെയിന് ഹാർഡ് ലാൻഡിങ് പെട്ടെന്ന് ലാൻഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ അതായത് ഒരു ഫോഴ്സ്, ഒരു ലാർജ് ഫോഴ്സാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഒരു ഷോർട്ട് ടൈമിലാണ് നമ്മളത് അപ്ലൈ ചെയ്യുന്നത്. ഒരുപാട് സമയമെടുത്ത് അപ്ലൈ ചെയ്യല്ല, പെട്ടെന്ന് ഒരു ഫോഴ്സ്, വളരെ ലാർജായിട്ടുള്ള ഒരു ഹ്യൂജ് എമൗണ്ടിലുള്ള ഒരു ഫോഴ്സ്
നമ്മളൊരു ഷോർട്ട് ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫോഴ്സിൻ്റെ ഒരു ഇമ്പൾസ് എന്ന് പറയുന്നിട്ടൊരു സംഭവം ഡിഫൈൻ ചെയ്യും. ദി ഇമ്പൾസ് ഓഫ് എ ഫോഴ്സ് എഫ് ഓഫ് ടി, ഫോഴ്സിനെ നമ്മൾ എഫ് ഓഫ് ടി എന്ന് ഡിനോട്ട് ചെയ്താൽ ഓവർ എ ടൈം ഇൻ്റർവൽ, ടി എന്ന് പറയുന്നത് ടൈമിനെ ഡിനോട്ട് ചെയ്യുന്നു. നമ്മളൊരു ചെറിയൊരു ടൈം ഇൻ്റർവൽ അപ്ലൈ ചെയ്യണം. ടി എന്ന് പറയുമ്പോൾ ടി നോട്ടിനും ടി നോട്ട് പ്ലസ് എക്കും ഇടയ്ക്കാണ്. ടി നോട്ട് അതുപോലെ ടി നോട്ട് പ്ലസ് എ, രണ്ട് ടൈം, അതിനിടയ്ക്കുള്ള ഒരു ചെറിയ ടൈം ഇൻ്റർവെല്ലിൽ, ഒരു ഇൻ്റർവെൽ ഓഫ് ടൈമിൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ആണെങ്കിൽ ഈ ഫോഴ്സിൻ്റെ ഇമ്പൾസ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് ഈ ഫോഴ്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് കാണുക. എഫ് ഓഫ് ടി ഏത് മുതൽ ഏത് വരെ? ടി നോട്ട് മുതൽ, അതായത് ഫസ്റ്റ് ടൈമിൻ്റെ മുതൽ അത് എൻഡ് ചെയ്യണവരെ ടി നോട്ട് പ്ലസ് എ. ദാറ്റ് ഈസ് ഒരു ഫോഴ്സ് നമ്മളൊരു ടൈം ഇൻ്റർവെല്ലിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫോഴ്സിൻ്റെ ഇമ്പൾസ് കാണുന്നതിന് ആ ഫോഴ്സിനെ നമ്മൾ ആ ടൈം ഇൻ്റർവെല്ലിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റർവെൽ ടി നോട്ട് ടു ടി നോട്ട് പ്ലസ് എ എഫ് ഓഫ് ടി. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഇമ്പൾസ് കാണുന്നത്. അപ്പോൾ നമ്മളൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ആ ഫങ്ഷൻ്റെ ഇമ്പൾസ്, ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ ഇമ്പൾസ് കാണാം. അപ്പോൾ ഡെൽറ്റ എ എന്നാണ് ആ ഫങ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത്. ഡെൽറ്റ എ ഓഫ് ടി മൈനസ് ടി നോട്ട്, ദാറ്റ്സ് ഈക്വൽ ടു 0 if 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ടി നോട്ട് മൈനസ് എ. അതായത് 0 മുതൽ, ഇനീഷ്യൽ മുതൽ ടി നോട്ട് മൈനസ് എ എന്ന് വരെയുള്ള ടൈമിൽ 0 ആണ്. ദെൻ 1/2a ടി നോട്ട് മൈനസ് എ മുതൽ ടി നോട്ട് പ്ലസ് എ വരെ, ടി നോട്ട് പ്ലസ് എ, ആൻഡ് ഇറ്റ് ഈസ് അഗെയിൻ 0 if ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി നോട്ട് പ്ലസ് എ. അതായത് ടി നോട്ട് മൈനസ് എക്കും ടി നോട്ട് പ്ലസ് എക്കും ഇടയ്ക്കത് 1/2a ആണ്. ബാക്കിയുള്ള സമയത്തൊക്കെ അത് 0 ആണ്. അങ്ങനെയുള്ള ഒരു ഫങ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഡെൽറ്റ എ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. നൗ ഇനി ഇതിൻ്റെ ഇമ്പൾസ് നമ്മൾ കണ്ടാൽ 0 മുതൽ, അതായത് ഇവിടെ ടൈം ഇൻ്റർവൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 0 ആണ്. ദെൻ ടി നോട്ട് പ്ലസ് എ. ഈ എ എന്താണെന്ന് നമുക്കറിയില്ല. എ എങ്ങോട്ട് വേണേലും, അങ്ങനെ ഏത് ടൈം, ഒരു പോസിറ്റീവ് നമ്പറാണ് എ ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുപോലെ ടൈമും ഗ്രേറ്റർ ദാൻ 0 ആണ്. ടി നോട്ട് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടാവും. ടി നോട്ടും എയും ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ അതിൻ്റെ ഇമ്പൾസ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. അതായത് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. 0 മുതൽ ടി നോട്ട് പ്ലസ് എ ആണ്, പക്ഷേ എ ടെൻസ് ടു വെരി ലാർജ് നമ്പർ. സോ 0 ടു ഇൻഫിനിറ്റിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ് ഡെൽറ്റ എനെ, ഡെൽറ്റ എ ഓഫ് ടി മൈനസ് ടി നോട്ടിനെ വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഐ എ എന്നാണ്. ദാറ്റ്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ആകുമ്പോൾ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അതായത് ഇവിടെ 3 ഇൻ്റർവെല്ലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് 0 ടു ടി നോട്ട് മൈനസ് എ ഡെൽറ്റ എ ഓഫ് ടി മൈനസ് ടി നോട്ട് ഡി ടി, പ്ലസ് അടുത്തത് ടി നോട്ട് മൈനസ് എ മുതൽ ടി നോട്ട് പ്ലസ് എ വരെ ഡെൽറ്റ എ ഓഫ് ടി മൈനസ് ടി നോട്ട് ഡി ടി, പ്ലസ് ടി നോട്ട് പ്ലസ് എ മുതൽ, പിന്നെ ടി ഗ്രേറ്റർ ദാൻ ടി നോട്ട് പ്ലസ് എ ആണ്, അപ്പോൾ ഇൻഫിനിറ്റി വരെ, ഇൻഫിനിറ്റി ഡെൽറ്റ എ ഓഫ് ടി മൈനസ് ടി നോട്ട് ഡി ടി. ഇതിൽ ആദ്യത്തെ ഇൻ്റർവെല്ലിൽ 0 മുതൽ ടി നോട്ട് മൈനസ് എയിൽ വരെ 0 ആണ് ഫങ്ഷൻ ഡെൽറ്റ എ. അപ്പോൾ ഈ ഫസ്റ്റ് ഇൻ്റർവെൽ 0 ആയിട്ട് പോവും. അതുപോലെ ലാസ്റ്റ് ഇൻ്റഗ്രൽ അവിടെയും 0 ആണ് വാല്യൂ. അപ്പോൾ ലാസ്റ്റ് ഇൻ്റർവെലും 0 ആയിട്ട് പോകും. അപ്പോൾ ഈ സെക്കൻഡ് ഇൻ്റർവെൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ഐ എ ഈക്വൽ ടു ഇൻ്റഗ്രൽ ടി നോട്ട് മൈനസ് എ ടു ടി നോട്ട് പ്ലസ് എ ഡെൽറ്റ എ ഓഫ് ടി മൈനസ് ടി നോട്ട് ഡി ടി. ഇനി ആ ഇൻ്റർവെല്ലിൽ ഫങ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് ടി നോട്ട് മൈനസ് എ മുതൽ ടി നോട്ട് പ്ലസ് എ വരെ 1/2a ആണ് ഡെൽറ്റ എ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1/2a ഡി ടി. 1/2a കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റർവെൽ ഡി ടി എന്ന് പറയുമ്പോൾ ടി എന്ന് വരും. ലിമിറ്റ്
ടി നോട്ട് മൈനസ് എ മുതൽ ടി നോട്ട് പ്ലസ് എ വരെ. സോ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 1/2a ടി നോട്ട് പ്ലസ് എ മൈനസ് ടി നോട്ട് മൈനസ് എ. സോ വി ഗെറ്റ് 1/2a ടി നോട്ട് പ്ലസ് എ മൈനസ് ടി നോട്ട് പ്ലസ് എ. സോ ടി നോട്ട് ആൻഡ് ടി നോട്ട് ക്യാൻസൽ ചെയ്യും. സോ 2a/2a എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1. അപ്പോൾ IA ഇമ്പൾസ് 1 ആണെന്ന് കിട്ടും. സോ ഈ ഫംഗ്ഷനെ നമ്മൾ പറയുന്ന പേര്, അതായത് ഡെൽറ്റ എ ഓഫ് ടി മൈനസ് ടി നോട്ടിന് നമ്മൾ പറയുന്ന പേര് ഇസ് കോൾഡ് എ യൂണിറ്റ് ഇമ്പൾസ്. ഇതിൻ്റെ ഇമ്പൾസ് 1 ആണ്, യൂണിറ്റി ആണ്. സോ അതിനെ യൂണിറ്റ് ഇമ്പൾസ് എന്ന് പറയും. ഈ യൂണിറ്റ് ഇമ്പൾസിന് നമ്മൾ ലിമിറ്റ് കൊടുത്താൽ, നമ്മൾ പറഞ്ഞു ടി നോട്ട് മുതൽ ടൈം എന്ന് പറഞ്ഞാൽ ടി നോട്ടിനും ടി നോട്ട് പ്ലസ് എക്ക് ഇടയ്ക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ വെരി ഷോർട്ട് ടൈം ആണെന്ന് പറഞ്ഞു. ഒരു ലാർജ് ഫോഴ്സ് ഒരു ഷോർട്ട് ടൈമിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം എന്താ, ഈ എ എന്ന് പറയുന്നത് ടി നോട്ടും ടി നോട്ട് പ്ലസ് എയും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ചെറുതാണെന്നാണ് ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ. ദാറ്റ് മീൻസ് ഈ എ എന്ന് പറയുന്നത് വളരെ വളരെ സ്മോൾ ആണ്. ദാറ്റ് ഈസ് എ ടെൻസ് ടു 0 ആണ്. എ 0യിലേക്ക് പോകുന്ന അത്രയും സ്മോൾ ആണ്. അപ്പോൾ ഈ ഫംഗ്ഷന് ഡെൽറ്റ എക്ക് നമ്മൾ എ ടെൻസ് ടു 0 എന്നുള്ള ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് എ ടെൻസ് ടു 0 ഡെൽറ്റ എ ഓഫ് ടി മൈനസ് ടി നോട്ട്, അതായത് യൂണിറ്റ് ഇമ്പൾസിന് എ ടെൻസ് ടു 0 എന്നുള്ള, അതായത് ടൈം വളരെ ഷോർട്ട് പീരീഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ലിമിറ്റ് എ ടെൻസ് ടു 0 യൂണിറ്റ് ഇമ്പൾസ് ഡെൽറ്റ എ ഓഫ് ടി മൈനസ് ടി നോട്ട്. അതിനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് ഡെൽറ്റ ഓഫ് ടി മൈനസ് ടി നോട്ട് എന്നാണ്. ഈ ഡെൽറ്റ ഓഫ്, അതായത് യൂണിറ്റ് ഇമ്പൾസിൻ്റെ ലിമിറ്റിനെ പറയുന്ന പേരാണ്, ആസ് എ ടെൻസ് ടു 0 എന്നുള്ള ലിമിറ്റിനെ പറയുന്ന പേരാണ്, അതായത് ഈ ഡെൽറ്റ ഓഫ് ടി മൈനസ് ടി നോട്ടിനെ പറയുന്ന പേരാണ് ഡിറാക്ക് ഡെൽറ്റ ഫംഗ്ഷൻ. ഡിറാക്ക് ഡെൽറ്റ ഫംഗ്ഷൻ. സോ ഡെൽറ്റ എ ഓഫ് ടി മൈനസ് ടി നോട്ടിൻ്റെ ഡെഫിനിഷൻ ഓർമ്മ വേണം. ദെൻ അതിന് എ ടെൻസ് ടു 0 എന്ന് ലിമിറ്റ് കൊടുക്കുമ്പോഴുള്ള കിട്ടുന്ന ഫംഗ്ഷനാണ് ഡിറാക്ക് ഡെൽറ്റ ഫംഗ്ഷൻ. ഇനി ഡിറാക്ക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കാണണം. അപ്പോൾ ഡെൽറ്റ എ ഓഫ് ടി മൈനസ് ടി നോട്ട്, അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ കണ്ടു, 0 അതേപോലെ ഈ ഫോമിലാണ് അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ്റെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോമിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതായത് ഒരു 0, അതുപോലെ ജി ഓഫ് ടി, അതുപോലെ വീണ്ടും 0. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ളത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ, അതിൻ്റെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോം എഫ് ഓഫ് ടിയുടെ ഫോം അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ നമ്മൾ എഴുതിയിട്ടുള്ളത് ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ മൈനസ് യു ഓഫ് ടി മൈനസ് ബി ആണ്. അതായത് ആദ്യത്തെ എ മുതൽ, രണ്ടാമത്തത് എ മുതൽ ബി വരെ അങ്ങനെയൊക്കെ ആയിരിക്കും ലിമിറ്റ്, മൂന്നാമത്തത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, അങ്ങനെയുള്ള ഫങ്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഡെൽറ്റ എയുടെ യൂണിറ്റ് ഇമ്പൾസിൻ്റെ അതിന് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോമിൽ എഴുതിയാൽ നമുക്ക് 1/2a, ജി ഓഫ് ടിയുടെ സ്ഥാനത്ത് 1/2a ആണ്. ജി ഓഫ് ടിയുടെ സ്ഥാനത്ത് 1/2a, അതായത് ആ മിഡിലിൽ വരുന്ന ഡെഫിനിഷൻ 1/2a ഇൻറ്റു യു ഓഫ് ടി മൈനസ്, ആദ്യത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് ടി നോട്ട് മൈനസ് എ ആണ്, മൈനസ് യു ഓഫ് ടി മൈനസ് ടി നോട്ട് മൈനസ് ബി എന്ന് വരും. ടി നോട്ട് പ്ലസ് ബി അല്ല, ടി നോട്ട് പ്ലസ് എ ലാസ്റ്റ് ലിമിറ്റ്. നൗ ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനാണ് നമുക്ക് കണ്ടത് ഡിറാക്ക് ഡെൽറ്റ ഫംഗ്ഷൻ്റെയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെൽറ്റ എയുടെ യൂണിറ്റ് ഇമ്പൾസിൻ്റെ കണ്ടിട്ട് ലിമിറ്റ് എ ടെൻസ് ടു 0 കൊടുത്താൽ മതി. സോ എൽ ഓഫ് ഡെൽറ്റ എ ഓഫ് ടി മൈനസ് ടി നോട്ട് ഈക്വൽ ടു 1/2a കോൺസ്റ്റൻ്റ് ആണ്, എൽ ഓഫ് യു ഓഫ് ടി മൈനസ് ടി നോട്ട് മൈനസ് എ മൈനസ് എൽ ഓഫ് യു ഓഫ്
t minus t naught plus a എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 1/2a ഇൻറ്റു 1/2a ഇൻറ്റു ഇവിടെ നമ്മൾ ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്താൽ വി ഗെറ്റ് ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇ റൈസ് ടു 1/2a രണ്ട് നമ്പറിനും കോമൺ ആണ്. ഇ റൈസ് ടു മൈനസ് ഓഫ് ടി നോട്ട് മൈനസ് എ ഇൻറ്റു എസ് ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് 1/2a സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇ റൈസ് ടു മൈനസ് ഓഫ് ടി നോട്ട് പ്ലസ് എ ഇൻറ്റു എസ് എൽ ഇൻവേഴ്സ് ഓഫ് 1. എൽ ഇൻവേഴ്സ് ഓഫ് 1/s ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/2a ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു ടി നോട്ട് മൈനസ് എ ബൈ എസ് മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു ടി നോട്ട് പ്ലസ് എ ഡിവൈഡ് ബൈ എസ്. സോ 1/2a e raised to minus s t naught into e raised to minus plus e raised to as minus e raised to minus s t naught e raised to minus as divided by s. So e raised to minus s t naught common ആണ്. So we get e raised to minus s t naught into ഇവിടെ e raised to as ഇവിടെ e raised to minus as e raised to as minus e raised to minus as divided by 2as എന്ന് വരും. 2as. അപ്പോൾ ഇത് L ഓഫ് ഡെൽറ്റ എ ഓഫ് ടി മൈനസ് ടി നോട്ടാണ്. നമുക്ക് കാണേണ്ടത് L ഓഫ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ഡെൽറ്റ ഓഫ് ടി മൈനസ് ടി നോട്ടാണ്. ദാറ്റ്സ് ഈക്വൽ ടു L ഓഫ് ഇതെന്ന് പറഞ്ഞാൽ ലിമിറ്റ് എ ടെൻസ് ടു 0 ഡെൽറ്റ എ ഓഫ് ടി മൈനസ് ടി നോട്ടാണ്. ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് ഔട്ട് സൈഡ് എടുക്കാം. ലിമിറ്റ് എ ടെൻസ് ടു 0 എൽ ഓഫ് ഡെൽറ്റ എ ഓഫ് ടി മൈനസ് ടി നോട്ട്. ഇതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലിമിറ്റ് എ ടെൻസ് ടു 0 ബാക്കി വരുന്നത് ഇ റൈസ് ടു മൈനസ് എസ് ടി നോട്ട് ഇൻറ്റു ഇ റൈസ് ടു എ എസ് മൈനസ് ഇ റൈസ് ടു മൈനസ് എ എസ് ഡിവൈഡ് ബൈ 2as എന്ന് കിട്ടും. ഇപ്പോൾ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് എസ് ടി നോട്ട് ഇവിടെ ഇ റൈസ് ടു എക്ക് 0 ആണ്. അപ്പോൾ ഇ റൈസ് ടു 0 1 മൈനസ് ഇവിടെയും ഇ റൈസ് ടു 0 1 ഡിവൈഡ് ബൈ താഴെ എക്ക് 0 കൊടുത്താൽ 0. ദാറ്റ് ഈസ് 0/0 ഫോം വരും. അപ്പോൾ നമ്മൾ ലോപിറ്റാൽസ് റൂൾ അപ്ലൈ ചെയ്യുക. അതായത് ലിമിറ്റ് കാണുന്നതിന് പകരം ഡെറിവേറ്റീവിൻ്റെ ലിമിറ്റ് കാണാം. അപ്പോൾ ലിമിറ്റ് എ ടെൻസ് ടു 0 ലിമിറ്റ് എ ടെൻസ് ടു 0 ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എ ആണ് ലിമിറ്റ് കാണേണ്ടത്. അങ്ങനെ കാണുമ്പോൾ ഇ റൈസ് ടു മൈനസ് എസ് ടി നോട്ട് കോൺസ്റ്റൻ്റ് ആണ്. ഇ റൈസ് ടു എ എസിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എ എസ് ഇൻറ്റു ഇ റൈസ് ടു എ എസ് മൈനസ് ഇവിടെ ഇ റൈസ് ടു മൈനസ് എ എസിൻ്റെ എസ് ഇൻറ്റു മൈനസ് എസ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എ എസ് ഡിവൈഡ് ബൈ 2as in the derivative with respect to a, that is 2s. So we get limit a tends to 0 e raised to minus st naught s e raised to as minus plus plus s e raised to minus as divided by 2s. അപ്പോൾ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ e raised to minus st naught s into e raised to 0 plus s into e raised to 0 minus 0 എന്ന് വരിക by 2s. ഇത് രണ്ടും 1 ആവും. സോ s plus s 2s. അപ്പോൾ e raised to minus s t naught 2s divided by താഴെയും 2s ആണ് 2s. that is e raised to minus s t naught എന്ന് കിട്ടും. that is the Laplace transform of the Dirac delta function delta of t minus t naught equal to e raised to minus s t naught എന്ന് കിട്ടും. Okay, that is the Dirac delta function and its Laplace transform. Thank you.